ദൈവസന്നിധിയിൽ വരുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ദൈവവചനത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ പറയാം. പ്രൈസ് ഗോഡ്. ഞാൻ സാധാരണ ഹല്ലേലൂയ ഈ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ച കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സത്യം, പ്രൈസ് ഗോഡ്, സംസ്കൃതത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മർക്കട കിഷോര മാർജാര കിഷോര. പ്രൈസ് ഗോഡ്. മർക്കട കിഷോരൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ കുട്ടി, മാർജാര കിഷോരൻ എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ കുട്ടി. പ്രൈസ് ഗോഡ്. കുരങ്ങനിങ്ങനെ അള്ളി പിടിച്ചുകൊണ്ടിരിക്കുമ്പം പൂച്ചക്കുഞ്ഞിങ്ങനെ കിടക്കത്തേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. വ്യത്യാസം മനസ്സിലായോ? കുരങ്ങന് തള്ളയുടെ മാർവിൽ അള്ളി പിടിച്ചുകൊണ്ടിരുന്നാലേ രക്ഷയുള്ളൂ. എന്നാൽ പൂച്ചക്കുഞ്ഞിന് ചുമ്മാ അങ്ങിരുന്ന് കൊടുത്താൽ മതി, പൊക്കിക്കൊണ്ട് തള്ള പൊക്കോളും. ഇന്ന് പകൽക്കാലം നിന്നെ പൊക്കിക്കൊണ്ടു പോകുന്ന ഒരുവനുണ്ട്. നിന്റെ സ്വന്തം ബലം കൊണ്ടല്ല, സ്വന്തം കഴിവ് കൊണ്ടല്ല, സ്വന്തം ഗുണം കൊണ്ടല്ല, സ്വന്തം ശക്തി കൊണ്ടല്ല, എന്നെ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന, ഉള്ളങ്കരത്തിൽ വഹിക്കുന്ന, എന്നെ അവൻ്റെ ഉള്ളങ്കരത്തിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വേറെ ദൈവമക്കളെ ഒന്നും ചെയ്യണ്ട. അവൻ്റെ ബലമുള്ള കരത്തിന് കീഴ് താണിരുന്ന് കൊടുത്താൽ മതി. ഇന്ന് പകൽക്കാലം എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരുന്ന് കൊടുക്കാൻ മനസ്സുള്ളവർ? ദൈവവചനത്തിൻ്റെ ആഴമേറിയ ഒരു മർമ്മം മനസ്സിലാക്കാത്തിടത്തോളം കാലം ക്രിസ്തീയ മാർഗം നമുക്ക് ഉപകാരമായി വരത്തില്ല. എന്നാണെന്നറിയാമോ? ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു തിയറിയാണ് ദൈവവചനത്തിലുള്ളത്. ലോകക്കാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തിയറിയാണത്. പ്രൈസ് ഗോഡ്. ആ തിയറി പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് സർവ കഴിവുകളും പരാജയപ്പെട്ടെങ്കിലും, നിന്റെ സർവ്വ ബലവും ക്ഷയിച്ചു പോയെങ്കിലും, ഇനി നിനക്ക് കയറി നടക്കാൻ, മുന്നോട്ട് നടക്കാൻ, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ സാധിക്കത്തില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുവാൻ, നിന്നെ ചുമലിൽ വഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് പകൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയായാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ ക്ഷീണിക്കത്തില്ല, നീ തളരത്തില്ല. നിന്റെ ബലം പോയാലും വിഷയമല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ബലം നിന്നെ വഹിച്ചുകൊള്ളും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ പരാതി എന്നറിയാമോ? എനിക്ക് ബലമില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇല്ല എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് എന്ത് വേണം എഴുതി ചേർത്തു. മനസ്സിലായോ? ജീവിതത്തിൽ ഒരു കടലാസ് എടുക്കുക, നിങ്ങൾ ഇല്ല എന്ന് വലതുവശത്ത് എഴുതുക, എന്നിട്ട് ഇടതുവശത്ത് എന്ത് വേണമെങ്കിൽ എഴുതി ചേർത്തു, എന്ത് വേണമെങ്കിൽ എഴുതി ചേർത്തു. പ്രൈസ് ഗോഡ്. ഇന്ന് ഇല്ല എന്നൊരു 10 പ്രാവശ്യം താഴെ താഴെ എഴുതിയിട്ട്, ഹല്ലേലൂയ, അതിൻ്റെ ഇടത്ത് ഭാഗത്ത് 10 കൂട്ടം കാര്യങ്ങൾ എഴുതാനുള്ളവരോട് വന്നിട്ടുണ്ടോ? ഒരു കടലാസ് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഇല്ല 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 എന്ന് 10 എണ്ണം താഴോട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഇടത്ത് ഭാഗത്ത്, പ്രൈസ് ഗോഡ്, നമ്പർ 1 നിങ്ങൾക്കില്ലാത്ത ഏറ്റവും വലിയ കാര്യം അങ്ങ് എഴുതും. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും, ഒന്നിലധികം ആളുകൾ എഴുതും, എനിക്ക് കർത്താവേ സാമ്പത്തികമില്ല. സമ്പത്തല്ല കേട്ടോ, സമ്പത്തും സാമ്പത്തികവും വ്യത്യാസമുണ്ട്. സമ്പത്തെന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് പിന്നെയും വല്ലതും ഉണ്ടെങ്കിലാണ് സമ്പന്നനാകുന്നത്. നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നവനോ സമ്പന്നനല്ല. ഹല്ലേലൂയ. ഒരുപക്ഷേ വീട്ടേണ്ട ചില കടങ്ങൾ കൊടുക്കാൻ കഴിയാതെ ഡേറ്റ് കഴിഞ്ഞു പോയി, ഞാൻ എന്തു ചെയ്യും? പറ, സാമ്പത്തികമില്ല. കാശില്ലെന്ന് കാശ് മേടിച്ചവനോട് പറയല്ലേ, അവൻ വിടുകയില്ല. ആരോഗ്യമില്ല. പറ, എനിക്ക് ആരോഗ്യമില്ല. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ ഡോക്ടറോട് പറഞ്ഞു കാണും, വൈദ്യരോട് പറഞ്ഞു കാണും, ഹോമിയോ ഡോക്ടറോട് പറഞ്ഞു കാണും, ഹല്ലേലൂയ, ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞു കാണും, ഫിസിഷ്യനോട് പറഞ്ഞു കാണും, ഒരു സ്പെഷ്യലിസ്റ്റിനോട് പറഞ്ഞു കാണും. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവിടെയൊക്കെ പറഞ്ഞിട്ടും ഒരു പ്രയോജനവും കണ്ടില്ലെങ്കിലും ഇന്ന് പറയാൻ ഒരിടമുണ്ടെന്ന് എത്ര പേർക്കറിയാം? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന, യേശുവിനെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിന്റെ വിഷയം പറയാൻ നിനക്കൊരു സ്ഥലമുണ്ട്. ഇന്ന് കർത്താവിനോട് പറ. മൂന്നാമത്തെ വിഷയം,
ഹല്ലേലൂയ. ഞാൻ സാമ്പിളായിട്ട് പറയാം, ബാക്കി നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിൽ പുരോഗതിയില്ല, വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇപ്പം ഞാൻ 3 എണ്ണം ഞാൻ പറഞ്ഞു. ഇനി ഒരു 7 എണ്ണം എഴുതാനുള്ളവർ പെട്ടെന്ന് എഴുതാം. പെട്ടെന്ന് ആ ടോപ്പിക്ക് പോയിന്റ് മാത്രം എഴുതി പോയാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മകൾ ദൈവത്തോട് തുറന്നു പറ. നിന്റെ ഇല്ലായ്മ സ്വർഗത്തിലെ ദൈവത്തോട് തുറന്നു പറ. നിറയ്ക്കാൻ കഴിവുള്ളവൻ അത് കൈകാര്യം ചെയ്യട്ടെ. നീ സ്വയം ശ്രമിച്ചിട്ടും കഴിഞ്ഞ നാളുകളിൽ ഒന്നും പറ്റാതെ കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രൈസ് ഗോഡ് ഒരു പൂർണ്ണ സമർപ്പണം ഇന്ന് എത്ര പേർക്ക് സാധിക്കുമോ അത്രയും പേര് എഴുതിയാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഴുതാൻ വല്ലതുള്ളവർ എഴുതി അത് വേദപുസ്തകത്തിന് വയ്ക്കുക. എന്നിട്ട് ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ ഒരു ഭാഗം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 61-ാം സങ്കീർത്തനം 5-ാം വാക്യം. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എനിക്ക് അവകാശം തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലേ? നീ എനിക്ക് അവകാശം തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പക്ഷേ അത് എൻ്റെ അവകാശമല്ല, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം. പ്രൈസ് ഗോഡ്. സങ്കീർത്തനക്കാരൻ ദാവീദ് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചിട്ട് പറയുകയാണ്, നീ എനിക്ക് തന്നിരിക്കുന്നു, നീ എനിക്ക് അവകാശം തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വെറുതെ അവകാശം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളും ഒക്കെ അവകാശം ചോദിച്ചുകൊണ്ട് ചെന്നേനെ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇത് എൻ്റെ അവകാശമല്ല, എനിക്ക് അവകാശം പറയാൻ ഒന്നുമില്ല. ഉണ്ടോ? നമുക്ക് അവകാശം പറഞ്ഞ് മേടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയക്കാർ ചേരുന്നവിടെ തന്നേ തീരൂ, അന്നേ ഞങ്ങളുടെ സമരം തീരുമെന്ന് പറഞ്ഞ് മേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ഗോഡ്. ഞാനിത് പറയുന്നതിനെന്നറിയാമോ? ചിലരൊക്കെ ഉപവസിക്കുന്നതിൻ്റെ പുറകിൽ തന്നേ തീരൂ, ദൈവം എന്നെ വിട്ടുപിച്ചേ പറ്റൂ, സഹായിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എന്നായി? ദൈവം വിടുവിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും? ദൈവം പറയുന്നത്, എനിക്ക് നിന്നെ സഹായിക്കാൻ മനസ്സില്ല, എന്തോ ചെയ്യും? എവിടെ കൊണ്ടേ കേസ് കൊടുക്കാനാ? പ്രൈസ് ഗോഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവം എന്നെ സഹായിക്കാൻ ഒരു യോഗ്യതയും എനിക്കില്ലെങ്കിലും, ആമേൻ, നിന്നെ ഭയപ്പെടുന്നവരുടെ അവകാശം പ്രൈസ് ഗോഡ് എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവകാശം കിട്ടാൻ യോഗ്യതയില്ലെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ചില അവകാശങ്ങൾ ഉണ്ട്. അപ്പോൾ ആ അവകാശം കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. പ്രൈസ് ഗോഡ്. കടം കൊടുക്കാനുള്ളവനെ നമുക്ക് പേടിയുണ്ട്, ജപ്തി നോട്ടീസിനെ പേടിയുണ്ട്, രോഗത്തെ പേടിയുണ്ട്. പ്രൈസ് ഗോഡ്. ആരോഗ്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പേടിയുണ്ട്, എല്ലാത്തെക്കുറിച്ചും നമുക്ക് പേടിയുണ്ട്. പ്രൈസ് ഗോഡ്. രോഗമില്ലാത്തവൻ്റെ പേടിയുടെ അവകാശം എന്നാണെന്നറിയാമോ? മരണം. അപ്പോൾ രോഗത്തെ ഭയപ്പെടുന്നവൻ്റെ അവകാശം മരണം. അതല്ല എനിക്ക് വേണ്ടത്, ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ അവകാശമാണ് എനിക്ക് വേണ്ടത്. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ അവകാശം എന്നാ? ജീവൻ. ഇന്ന് പകൽക്കാലം രോഗത്തെ ഭയപ്പെടുന്നവൻ്റെ അവകാശം മരണത്തെ കൊണ്ടുവരുമ്പോൾ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് എനിക്ക് ജീവൻ ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സാമ്പത്തികമായി കടഭാരത്തെ ഭയപ്പെടുന്നവന് അവകാശം എന്നാ? പ്രൈസ് ഗോഡ്. ജപ്തി ചെയ്യും, കേസ് പറയും, കോടതിയിൽ കൊണ്ടുപോകും, വിസ്തരിക്കും, ചിലപ്പോൾ ജയിലിൽ വിടും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ.
അവസാനത്തെ ചെല്ലി കാശ് തൊടുത്ത് തീരുവോളം നിന്നെ വെളിയിൽ വരാൻ സമ്മതിക്കത്തില്ലെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അവനെ നമുക്ക് പേടി കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവനെക്കുറിച്ചുള്ള പേടി നിന്നെ തടവിലേക്കും കട്ടത്തിലേക്കും പ്രയാസത്തിലേക്കും ആക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അവനെ പേടിക്കാനല്ല, ഭയപ്പെടുന്നവരുടെ അവകാശം തരുന്ന ദൈവത്തെ ഭയപ്പെടുവാൻ ഇന്ന് പകൽക്കാലം സാധിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവം മതിയായവൻ. ഹല്ലേലൂയ. ഞാൻ പറയും, ദൈവം വഴി തുറക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. എന്നാന്നറിയാമോ? ദൈവം വഴി തുറന്നാലത്തെ ഗുണം എന്നാന്നറിയാമോ? നിങ്ങൾ അറിയാവരെന്ന് പറയാമോ? ആരെക്കൊണ്ടും അടയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനത്തെ വഴിയാണ് തുറക്കേണ്ടത്. കാരണം നമുക്ക് ചുറ്റും ശത്രുക്കളാണ്, ചുറ്റും നമ്മെ കണ്ട് രസിക്കുന്നവരാണ്, ചുറ്റും നമ്മുടെ വീഴ്ച കാണാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വഴി തുറന്നു കിട്ടിയാൽ അത് അടയ്ക്കുന്നത് അത് അടച്ചു കാണാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നാൽ ആരും അടയ്ക്കാത്ത വഴി, ആരും അടയ്ക്കാത്ത വഴി, ആരും അടയ്ക്കാത്ത വഴി. Praise God. ഇന്ന് പകൽക്കാലം നീ എഴുതി വെച്ചതിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എഴുതി വെച്ചത് കണ്ട് മനസ്സിലാക്കി അതിന്മേൽ ഇടപെടുവാൻ കഴിവുള്ള ഒരുവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? അജുല ദൗര ദബര ദലകല ഹത്തുല ജബന ദലമല ഹത്തൽ കൗടക ജവടക ജലബല ഹത്തര ബൗടക ഷൗടക ഡബറക ജലവ രക്തം ജയം. ആമേൻ. ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു എക്സർസൈസ് തരാൻ പോവുക. നിങ്ങൾ ഇനി തുടർന്നുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ എഴുതിയ ആ കടലാസിൽ തന്നെ പ്രൈസ് ഗോഡ് വിശ്വാസത്താൽ നിങ്ങൾ വചനം നിങ്ങളോട് ഇടപെട്ടാൽ, നിങ്ങളുടെ വിഷയത്തെ തൊട്ട് വചനം ഇടപെട്ടാൽ ടിക്ക് ചെയ്തേക്കണം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ കാര്യം ഇനി എനിക്ക് വിഷമമുണ്ടാക്കുന്നതല്ല, ഈ കാര്യം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഇനി ദൈവം അത് കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. ഇപ്പം ടിക്ക് ചെയ്യല്ലേ? ദൈവവചനം കേൾക്കുമ്പം ചിലർ ഇപ്പോഴും ടിക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു രക്ഷയുമില്ല, ഒരു പ്രയോജനവുമില്ല. ദൈവവചനം കേൾക്കുമ്പോൾ നീ എഴുതി വെച്ച വിഷയം വരുമ്പോൾ വന്നാൽ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പം ചുമ്മാ ടിക്ക് ചെയ്ത് കയ്യും കെട്ടി പിന്നെ ഇരുന്നിട്ട് ഇതെല്ലാം ടിക്ക് ചെയ്ത് ഞാൻ അന്ന് ടിക്ക് ചെയ്താണ് 18-ാം തീയതി ടിക്ക് ചെയ്താന്നിട്ട് ഒരു കാര്യമില്ല. ടിക്കായിട്ട് പോകത്തേ ഉള്ളൂ, ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നിൻ്റെ വിഷയത്തിന് ടച്ച് ചെയ്യുന്ന വചനം വന്നാൽ ആ പോയിന്റ് ടിക്ക് ചെയ്യാം. പ്രൈസ്. അല്ലെങ്കിൽ ടിക്ക് ചെയ്യണ്ട. ഒരു വചനവും വന്നില്ലെങ്കിൽ കടലാസ് അങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ടിക്ക് ചെയ്യാൻ അവസരം വരും. ഇന്ന് ടിക്ക് ചെയ്യണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശരിക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇന്ന് ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കാണ്. ഉണ്ട് എന്ന് പറയാൻ കഴിവുള്ള ഒരുവന് ഇല്ല എന്ന വാക്ക് ഡിക്ഷണറിയിലില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ദൈവദാസനോട് ഒരാൾ ചോദിച്ചു, ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറയാമെന്ന് ചോദിച്ചു. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറയാമെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമെങ്കിലും പറയാമോ? പ്രൈസ് ഗോഡ്. മിക്കവരും ഇല്ലെന്ന് പറയും. ഈ ദൈവദാസനോട് ചോദിച്ചു, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം പറയാമോ? ദൈവദാസൻ പറഞ്ഞറിയാമോ? ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു? എൻ്റെ ദൈവത്തിന് കള്ളം പറയാൻ പറ്റത്തില്ല. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ നിനക്കുള്ള സകല അവകാശങ്ങളും നിൻ്റേതാണ്, നിൻ്റെ തലമുറയുടേതാണ്. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം ദൈവവചനത്തിനകത്തുള്ളത് നിൻ്റേത്, 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 നിൻ്റേത്. എപ്പോഴും യേശു കൂടെ ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ നമ്മൾ സാധിക്കുന്നില്ല. കാരണം എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സം കൊണ്ടുവരുന്നത് ആമീൻ മനുഷ്യരാണ്, പ്രസ്ഥാനങ്ങളാണ്, തത്വസംഹിതകളാണ്. ഇതൊക്കെ നമ്മളങ്ങ് ചിന്തിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഇന്നാരും 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 ഒക്കെയാണെന്ന് ചിന്തിക്കും. പ്രൈസ് ഗോഡ്. നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ആമേൻ ആമേൻ ഇന്ന വ്യക്തിയാണെന്ന് ചിന്തിക്കും. നിന്റെ വീട്ടിൽ, നിന്റെ നാട്ടിൽ, നിന്റെ കൂട്ടത്തിൽ, നിന്റെ കൂടെ പ്രൈസ് ഗോഡ് നിൽക്കുന്ന ചില വ്യക്തികളാണ് നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമെന്ന് ചിന്തിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത് ചിലർ ചിന്തിക്കും, ചില പാർട്ടികൾ, ചില ഗ്രൂപ്പുകൾ, ചില പ്രൈസ് ഗോഡ് സമൂഹങ്ങൾ ആണ് എനിക്ക് തടസ്സം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങൾ സുഗമമായി നടന്നു കിട്ടാൻ വേണ്ടി ചിലർ നാട് വിട്ടു പോകും.
വേറെ സ്ഥലത്ത് നിന്ന് ബിസിനസ് തുടങ്ങും. ഹല്ലേലൂയ. വേറെ ചിലർ ദൈവത്തിന് സ്തോത്രം ബിസിനസ് അങ്ങ് മാറ്റി വേറെ ബിസിനസ് തുടങ്ങും. പ്രൈസ് ഗോഡ്. ഇനിയും ചിലർ ഉള്ള ജോലി റിസൈൻ ചെയ്ത് വേറെ ജോലി അന്വേഷിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ കാരണം എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഇന്നാരും ഇന്ന സ്ഥലങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എനിക്ക് തടസ്സം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, വിടുതൽ കിട്ടണമെങ്കിൽ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ, ആമീൻ, ഹല്ലേലൂയ, കൊരിന്ത് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഓർമ്മ വേണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യരല്ല, ജഡരക്തങ്ങളല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു കൂട്ടമല്ല, ഒരു സമൂഹമല്ല, ഒരു വ്യക്തിയല്ല. എൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത് പിശാചാണ്. അങ്ങനെ നീ മനസ്സിലാക്കിയാൽ പിശാചിനെ കൈകാര്യം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. നീ കോടതി പോയാലും പിശാചിനെതിരായിട്ട് വാറണ്ട് കിട്ടത്തില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താലും പോലീസുകാർക്ക് പിശാചിനെ അന്വേഷിച്ച് പിടിക്കാൻ പറ്റത്തില്ല. നീ രാത്രിയും പകലുമില്ലാതെ ഇറങ്ങി ഓടി നടന്നാലും ഈ പിശാചിനെ കൈകാര്യം ചെയ്യാൻ നിന്നെ കൊണ്ട് നിനക്കുള്ള എല്ലാം കൊണ്ട് നോക്കിയാലും സാധിക്കത്തില്ല. എന്നാൽ ഇന്ന് പകല് ഞാനൊരു സത്യം നിന്നോട് പറയാം. പിശാചിന്റെ തലയെ തകർത്ത ഒരുവനുണ്ട്. പിശാചിന്റെ തലയെ കാൽവരിയിൽ ക്രൂശിൽ തകർത്ത ഒരുവനുണ്ട്. അവന്റെ പേര് നസ്രയനായ യേശു ക്രിസ്തു. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ തലയെ തകർക്കാൻ കഴിവുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ വിടുതൽ ഏറ്റെടുക്ക്. നിന്റെ വിടുതൽ ഏറ്റെടുക്ക്. നിന്റെ വിടുതൽ ഏറ്റെടുക്ക്. മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരു വ്യക്തിക്ക് നിന്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. ഒരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല. എന്നാൽ നിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. വിടുതൽ 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 നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. In the name of Jesus, 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 in the name of Jesus. Hallelujah. Praise God. അപ്പോൾ ഇന്ന് പകല് ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം, തടസ്സം പിശാചാണെങ്കിൽ കുഴപ്പമെന്ന് പറയാം. ഈ ജോലി വിട്ട് വേറൊരു ജോലിയിൽ ചെന്നാൽ പിശാച് അവിടെയും വരും. ഈ സ്ഥലം വിറ്റ് വേറൊരു സ്ഥലത്ത് ചെന്ന് താമസിച്ചാൽ പിശാച് അവിടെ വരും. ചെല്ലു പറഞ്ഞ വീടിൻ്റെ ദോഷമാണെന്നാ. ഈ വീട് വിറ്റ് നീ വേറൊരു വീട്ടിൽ പോയി താമസിച്ചാൽ പിശാച് അവിടെയും വരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മറ്റു ചിലർ പറയുന്നത് ദൈവത്തിന് സ്തോത്രം ചില കൂട്ടുകെട്ടിൻ്റെ ദോഷമാണെന്ന്. ഇത് വിട്ട് നീ വേറൊരിടത്ത് ചെന്നാൽ അവിടെയും ഇവൻ വരും. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒരുവനുണ്ട്, പിശാച്. നിന്റെ സന്തോഷം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന, ഐശ്വര്യം കെടുത്തുന്ന, ആരോഗ്യം കെടുത്തുന്ന, അനുഭവങ്ങളെ നശിപ്പിക്കുന്ന, നന്മകളെ പിടിച്ചു മാറ്റുന്ന, തലമുറകളെ കൈകാര്യം ചെയ്ത് നശിപ്പിച്ചിട്ടിരിക്കുന്ന, കുടുംബജീവിതത്തെ കൈകാര്യം ചെയ്ത് നശിപ്പിച്ചിട്ടിരിക്കുന്ന, ബിസിനസിനെ കൈകാര്യം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞ ഒരുവനെ ഇന്ന് നിനക്ക് കൈകാര്യം ചെയ്യാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ഒരു കാര്യം ഏറ്റെടുക്കാമോ? ഒറ്റയ്ക്കല്ല ഞാൻ, എൻ്റെ കൂടെ സർവശക്തനായ ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം സർവശക്തനായ ഒരുവൻ എൻ്റെ കൂടെയുണ്ടെന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിലാക്കി ഒറ്റയ്ക്ക് യുദ്ധക്കളത്തിൽ ഇറങ്ങണ്ട. നീ ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണ്ട. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ജയവീരനായ ദൈവം, യുദ്ധവീരനായ യഹോവ ഇന്ന് പകൽക്കാലം ദൈവവൈതലെ നിനക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. ഉടബല ഹതുലക ജലബല ഹതുല ബൗഡക ജലബല ഹത്തര ബൗഡക ജലബല ഹത്തുര ബൗഡ ശബ്ദൽ ഖൗഡ ഖറബാരാജ. ആമേൻ. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. 35 സങ്കീർത്തനം 1 വാക്യം ഒന്ന് വായിച്ചേ. യഹോവേ,
എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ഇതാര് പറഞ്ഞെന്നറിയാം? ഒരു ഭക്തനായ ദാവീദ് പറയുകയാണ്, എന്നോട് പൊരുതുന്നവരോടൊന്ന് പൊരുതണം നീ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണം. പ്രൈസ് ഗോഡ്. ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ വീണ്ടും പറഞ്ഞു, അവൻ യുദ്ധത്തിനായ എൻ്റെ കൈകളെയും പോരിനായ എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിന് ദൈവം അഭ്യസിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. ദാവീദിനെ അഭ്യസിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കരടി വന്നാൽ ദാവീദിന് പൊരുതാം, സിംഹം വന്നാൽ ദാവീദിന് പൊരുതാം, ഗോലിയാത്ത് വന്നാലും ദാവീദിന് പൊരുതാം. പക്ഷെ ശൗല് വന്നാൽ എന്തോ ചെയ്യും? ദാവീദ് ഒന്നും ചെയ്യത്തില്ല. ദാവീദ് ഒന്നും ചെയ്യത്തില്ല. ദാവീദ് ശൗല് വരുമ്പോൾ മാറിക്കൊടുക്കും. അതിലേ വന്നാൽ ഇതിലേ പോകും, ഇതിലേ വന്നാൽ അതിലേ പോകും. പക്ഷേ ദാവീദ് വെറുതെ ഇരുന്നില്ല. ദാവീദ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നോട് പൊരുതുന്നവനോട് നീ പൊരുതണമേ, എന്നോട് വാദിക്കുന്നവനോട് നീ വാദിക്കണമേ. നിനക്ക് പൊരുതുവാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി പൊരുതാൻ കഴിവുള്ള ഒരുവനുണ്ട്. നിനക്ക് വാദിക്കാൻ കഴിയാത്ത വിഷയമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവവേദനെ വാദിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. ജീസസ്, 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 ജീസസ്. ഇന്ന് പകൽക്കാലം ദൈവശക്തി മനസ്സിലാക്കട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വാദിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എങ്ങനെയാണ് ദൈവത്തിന് സ്തോത്രം നമുക്ക് ജയമെടുക്കാൻ സാധിക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സാന്നിധ്യത്തിൽ ജയമെടുക്കും. ആമേൻ. അതിനൊരു കാര്യം മനസ്സിലാക്കണം. ഇൻ ദ ബിഗിനിങ് there was word, word was with God and word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14 പെട്ടെന്ന് വായിച്ച്. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്തു. അതാര്? യേശു ക്രിസ്തു. വചനം ജഡമെടുത്തവൻ, വചനം ജഡമായി തീർന്നവൻ, നമ്മോടുകൂടെ പാർക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് 2000 വർഷങ്ങൾക്ക് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോയെങ്കിലും അവൻ വചനമായി നിന്റെ കയ്യിലിരിക്കുന്നു, വചനമായി നിന്റെ ഹൃദയത്തിലിരിക്കുന്നു. നിന്റെ കയ്യിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിനക്ക് ശത്രുവിനെ ജയിക്കാൻ സാധിക്കുമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പിശാച് കടന്നു വന്നപ്പോൾ 3 വട്ടം അവനെ പരീക്ഷിച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവ് അവൻ മോശയിൽ കൂടെ ഇസ്രായേലിന് കൊടുത്തിരുന്ന തിരുവെഴുത്തുകളിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് പകൽക്കാല ദൈവവൈതലെ ദൈവവചനം എടുത്തു പറഞ്ഞുകൊണ്ട്, ദൈവവചനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിശാചിനോട് പോരാടുവാൻ എനിക്ക് നിനക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്ന ദൈവകൃപ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്നെ തകർക്കാൻ നിൽക്കുന്ന പിശാചിന്റെ മുമ്പിലേക്ക് നീ ദൈവവചനവുമായി ഇറങ്ങി നിൽക്ക്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ചുമ്മാതാണോ? ദൈവവചനത്തിന് വേദപുസ്തകത്തിൽ ഒരു പേരുണ്ട്, വാള്. അവന്റെ വചനമാകുന്ന വാള്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലമായി പിശാച് നിന്നോട് അവൻ്റെ സർവ്വ സൈന്യവുമായി എതിർത്ത് വരുമ്പോൾ ദൈവവചനമാകുന്ന വാള് കൊണ്ട് ഇറങ്ങി നിന്ന് അവനോട് പോരാടാൻ കഴിവുള്ളവർ, മനസ്സുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഇന്ന് പകൽക്കാല പ്രൈസ് കോഡ് വചനമാകുന്ന വാളുകൊണ്ട്, വചനമാകുന്ന വാളുകൊണ്ട് ശത്രുവിൻ്റെ പ്രവൃത്തികളെ ദുർവീര്യമാക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിന്നെ തകർക്കാൻ നിൽക്കുന്ന, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന, നിന്റെ ജീവിതത്തിൽ വെല്ലുവിളിക്കാൻ നിൽക്കുന്ന സകല പോരാട്ടങ്ങളെയും വചനത്താൽ, വചനത്താൽ, വചനത്താൽ. ഇനി യഹോവയെ ഭയപ്പെടുന്നവരുടെ വാക്യം 5-ാം വാക്യം വായിച്ചു. ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. അപ്പൊ നീ നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. കിട്ടിയ പോലെ പറയുന്നത്. ഹല്ലേലൂയ. തുടക്കത്തിൽ എന്താ പറഞ്ഞേ? ഫസ്റ്റ് 1-ാമത്തെ വാക്യം, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എഴുതുമ്പം ദാവീദ് എങ്ങനെ എഴുതിയത്? നിലവിളിച്ചുകൊണ്ടാ, കരഞ്ഞുകൊണ്ടാ. ഇന്നിവിടെ നീ അകത്ത് കയറി വന്നത് തേങ്ങുന്ന ഹൃദയവുമായിട്ടായിരിക്കാം, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കാം, വേദനയുള്ള ഹൃദയവുമായിട്ടായിരിക്കാം.
1-ാം വാക്യത്തിൽ നിന്ന് 5-ാം വാക്യത്തിലേക്ക് കടക്കുമ്പം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, ഇനി ഞാൻ കരയുന്നില്ല, നീ എനിക്ക് തന്നിരിക്കുന്നു. ഇന്ന് ഈ ആരാധന കഴിയുമ്പോൾ കരച്ചിൽ മാറി എൻ്റെ ദൈവം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പോകാൻ അവകാശമുള്ള ദൈവത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അല്ലേ? 1-ാം വാക്യത്തിൽ ദൈവമേന്ന് വിളിച്ച് കരഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് ആ വാക്യം, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. Praise God, hallelujah. Thou hast given me the heritage of those that fear thy name. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. സങ്കീർത്തനം ശരിയാണോ? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടു, ദൈവത്തിന് കഴിയാത്തൊരു കാര്യമുണ്ട്, അവന് കള്ളം പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഇന്ന് പകൽക്കാലം നിന്നെ അവകാശം തന്നയക്കാൻ നിനക്ക് ചിലത് തന്നയക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് യഹോവയെ ഭയപ്പെടുന്നവരുടെ അവകാശം മനസ്സിലാക്കാൻ 112-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചിട്ടുള്ളത് ഒന്നുകൂടെ വായിക്കാം. 112-ാം സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കടക്കാരെ പേടിക്കുന്നവനല്ല ഭാഗ്യവാൻ, രോഗത്തെ പേടിക്കുന്നവനല്ല ഭാഗ്യവാൻ, പ്രൈസ് ഗോഡ്, തോൽവിയെ പേടിക്കുന്നവനല്ല ഭാഗ്യവാൻ, ജീവിതത്തിലെ ഇല്ലായ്മകളെ കണ്ട് പേടിക്കുന്നവനല്ല ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാണ് ഭാഗ്യവാൻ. ഇത് വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇത് വല്ല ചെലവുള്ള കാര്യമാണോ? അല്ല അല്ല അല്ല. ഇന്ന് പകൽ ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട്, ദൈവം പറയുന്നത് ഇഷ്ടപ്പെടാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാൻ, നീയാണ് ഭാഗ്യവതി. സാധാരണ ഭാഗ്യവതി ഒന്നും വായിച്ചേ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ തേനിനും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളത്. അങ്ങനെ ദൈവവചനത്തിനെ സ്നേഹിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. അത്രയും സ്നേഹമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തിന്നണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവവചനം വായിക്കാൻ ഒരാഴ്ചയിൽ ഹല്ലേലൂയ കുറേ സമയമെടുക്കുന്ന എത്ര പേരുണ്ട്? ദൈവവചനവുമായിട്ട് ഇരുന്നാൽ സമയം പോകുന്നത് അറിയുന്നില്ല. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? ക്വിസിന് പഠിച്ച് മാർക്ക് മേടിക്കാനുള്ള മത്സരോട്ടമല്ല ഞാൻ പറഞ്ഞത്. ദൈവവചനം അങ്ങോട്ട് തുറന്നു വെച്ച് വായിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, ക്വിസ് പഠിച്ച് മാർക്ക് മേടിക്കുന്നതിനേക്കാൾ ഇത് ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതത്തക്കവണ്ണം, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് എഴുതാൻ വേണ്ടിയാണ് ക്വിസ് ഞാനിട്ടത്. ഹല്ലേലൂയ, അങ്ങനെയെങ്കിലും വായിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വായനയുണ്ട്. ആ വായന ഏതാണെന്നറിയാമോ? ജീവിതത്തിലെ അനർത്ഥങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ പുസ്തകം ഇങ്ങോട്ട് കയ്യിലോട്ട് എടുക്കണം. ഇത് കയ്യിലെടുത്താൽ നീ വാളെടുത്തതുപോലെയാണ്. ദൈവവചനം നിന്റെ കയ്യിലെടുത്താൽ നീ വാള് കയ്യിലെടുത്തതുപോലെയാണ്. അതോടെ നിന്നെ എതിർക്കാൻ നിൽക്കുന്ന ശത്രു ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്നത് നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ തിരുവചനം അത് ഇഷ്ടപ്പെടുകയും അത് വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവനാണ് ദൈവത്തെ ഭയപ്പെട്ട് ഭാഗ്യവാനായി തീരുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. സങ്കീർത്തനം, ഇന്നത്തെ സങ്കീർത്തനം 5-1. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു. നീ എൻ്റെ നേർച്ചകളെ കേട്ടു. 5 നേർച്ചകള് 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ വായിക്കുമ്പം മുകളിലുള്ള 4 വാക്യത്തിൽ ദാവീദ് 5 നേർച്ചകൾ നേർന്നു. എന്തൊക്കെയാണെന്നറിയാമോ? വായിച്ചു നോക്കി. 1-ാം വാക്യം, ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ,
എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഒന്നാമത്തെ തീരുമാനം, ഒന്നാമത്തെ നേർച്ച. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. ഇന്നിവിടെ ഇരിക്കുന്നവരോട് ഞാൻ വ്യക്തിപരമായി ചോദിക്കട്ടെ, നിന്റെ കഷ്ടകാലത്ത്, നിന്റെ ബുദ്ധിമുട്ടില്, നിന്റെ പ്രയാസത്തില് ശത്രു നിന്നെ തള്ളി 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 ഭൂമി നിന്റെ നാട്ടിൽ നിന്ന് ഓടിച്ച്, വീട്ടിൽ നിന്ന് ഓടിച്ച്, നിന്റെ സകല വേദികളിൽ നിന്ന് ഓടിച്ച് ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി നിർത്തി ഇനി അഗാധ കൂപത്തിലേക്ക് തള്ളിയിടാൻ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. ഹൃദയം ക്ഷീണിച്ചവർ എത്ര പേര് വന്നിട്ടുണ്ട്? കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മുൻപിൽ ഹൃദയം തകർന്നവരായി, ഹൃദയം ക്ഷീണിച്ചവരായി വന്നിട്ടുള്ളവർക്ക് ഇന്ന് പകൽക്കാലം ഒരു നേർച്ച കഴിച്ച് മടങ്ങിപ്പോകാൻ സാധിക്കുമോ? യഹോവേ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തെത്തി നിൽക്കുന്ന ഞാൻ വേറെ ആരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിന്നെ വിളിച്ചപേക്ഷിക്കും. സഹായിപ്പാൻ ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ. പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധിക്കത്തില്ല, ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. എന്നാൽ നീ ഇറങ്ങി വന്ന് സഹായിച്ചാൽ എൻ്റെ കാര്യം നടക്കും, എൻ്റെ ജീവിതം രക്ഷപ്പെടും, എൻ്റെ കുടുംബം രക്ഷപ്പെടും, എൻ്റെ ജോലി രക്ഷപ്പെടും, എൻ്റെ ബിസിനസ് രക്ഷപ്പെടും, എൻ്റെ തലമുറ രക്ഷപ്പെടും, എൻ്റെ രോഗത്തിൽ ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. അപ്പം നേർച്ചയിൽ ഒന്ന്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യും? ഒന്നുകൂടെ വായിച്ച വാക്യം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. വേറെ ആരെയുമല്ല, നിന്നെ വിളിച്ചപേക്ഷിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തിയാട്ട്. ഹല്ലേലൂയ. ഉറക്കപ്പറ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. വിളിച്ചപേക്ഷിച്ച ദൈവം കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഹല്ലേലൂയ. ദൈവം കേൾക്കും കേട്ടോ. ഞാനും നീയും വിളിക്കാൻ കാത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ നേർച്ച, ദാവീദിൻ്റെ നേർച്ച, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തുനിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. രണ്ടാമത്തെ നേർച്ച എന്നാണെന്നറിയാമോ? അടുത്ത വാക്യം, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പ്രൈസ് ഗോഡ്. അത് നേർച്ചയല്ല, അതിൻ്റെ പ്രാർത്ഥനയാണ്. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. പ്രൈസ് ഗോഡ്. അതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. ഹല്ലേലൂയ. ഫ്രം ദ എൻഡ് ഓഫ് ദ എർത്ത് വിൽ ഐ ക്രൈ unto thee when my heart is overwhelmed. Lead me to the rock that is higher than I. Lead me to the rock that is higher than I. എന്നേക്കാൾ പൊക്കമുള്ള പാറയിലേക്ക് എന്നെ ഒന്ന് നടത്തണം. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ എനിക്ക് കയറി പറ്റാൻ സാധിക്കാതെ കിടക്കുന്ന എന്നേക്കാൾ ഉയരമുള്ള, അനേക മടങ്ങ് ഉയരമുള്ള പാറയിലേക്ക് നീ എന്നെ നടത്തണം. പ്രൈസ് ഗോഡ്. അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് കയറാൻ എളുപ്പമില്ലാത്ത, നിനക്ക് കയറാൻ കഴിയാത്ത ചില പാറയിലേക്ക് ദൈവം നിന്നെ നടത്തി കയറ്റും. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ നിനക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചില മാനങ്ങളിലേക്ക്, എത്തിപ്പെടാൻ കഴിയാത്ത ചില വേദികളിലേക്ക് ദൈവം നിന്നെ കയറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേര്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നീ എനിക്ക് ഒരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നേർച്ചയാ, തീരുമാനമാണ്. എന്തോ തീരുമാനം എന്നറിയാമോ? നീ എനിക്കൊരു സങ്കേതമാണ്. രണ്ടാമത്തെ തീരുമാനം, നീ എനിക്കൊരു സങ്കേതമാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ ചോദിക്കട്ടെ, നിന്റെ വിഷയത്തിന് നിനക്ക് അഭയം തരാൻ യേശു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നീ എനിക്ക് സങ്കേതമാണ്. വേറെ ആരും എനിക്ക് അഭയം തന്നില്ലെങ്കിലും യേശു എനിക്ക് സങ്കേതമാണ്. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ നേർച്ച. മൂന്നാമത്തെ നേർച്ച, ശത്രുവിൻ്റെ നേരെ നീ ഉറപ്പുള്ള ഗോപുരമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തീരുമാനം 3. തീരുമാനം 4. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തത്, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും
വസിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ കഷ്ടം വന്നാലും നഷ്ടം വന്നാലും എനിക്ക് നിന്റെ കൂടാരത്തിൽ വസിക്കണം. ഡിറ്റർമിനേഷൻ. ദൈവം മതി, ദൈവം മതി എന്ന് പറയുകയല്ല, ഞാൻ ദൈവത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അഞ്ചാമത്തെ തീരുമാനം, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. എൻ്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഈ ചിറകിൻ്റെ മറവിൽ ശരണം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അനങ്ങാതിരിക്കുകയാണെങ്കിൽ ചിറകിൻ്റെ മറവിൽ, പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ ആ തണലിൽ കൂടെ ഓടും. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പകൽ മേഘസ്തംഭമായിട്ട് അവൻ ആകാശത്ത് നിന്ന് വരുന്ന സൂര്യൻ്റെ ചൂടിനെ മറച്ചുകൊണ്ട് ഒരു മേഘവും അതിൽ നടുവിൽ നിറങ്ങുന്ന ഒരു പില്ലറുമായി ദൈവം നിന്നെ നടത്തുമ്പോൾ എങ്ങനെ ഇരിക്കുന്നറിയാമോ? കൊട പിടിച്ച പോലെ ഇരിക്കും. ഹല്ലേലൂയ. തമ്പുരാൻ്റെ കൊടയുടെ കീഴിൽ ഞാൻ നടക്കുമെന്ന്. നിന്റെ ജീവിതത്തിലെ ഉഷ്ണം സഹിച്ച് നീ ഭാരപ്പെടണ്ട, ഈ ചൂട് സഹിച്ച് നീ ഭാരപ്പെടണ്ട, ഈ പ്രതികൂലം സഹിച്ച് നീ ഭാരപ്പെടണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ നമ്മളങ്ങോട്ട് വെയിലത്തിറങ്ങി ചെല്ലുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ വന്ന് കുട നിവർത്തി പിടിച്ചു തരാനുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. വെയിലത്തായാലും സന്തോഷമാണ്, മഴയത്തായാലും സന്തോഷമാണ്. ഒരു തുള്ളി വെള്ളം നിൻ്റെ ദേഹത്ത് വീഴത്തില്ല. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ തുള്ളി വെള്ളം ഈ പെരുമഴയത്ത് ഞാൻ ഇറങ്ങിയാലും എൻ്റെ ദേഹത്തോ എൻ്റെ തലയിലോ ഒരു തുള്ളി വെള്ളം വീഴാതെ വണ്ണം എനിക്ക് മുകളിൽ ഒരു കുട നിവർത്തി പിടിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ അവൻ ഹല്ലേലൂയ ഒരു തുള്ളി വെള്ളം വീഴാതെ അവൻ ഇറങ്ങി മുന്നോട്ട് പോകും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിനക്ക് നഷ്ടം വരാതെ, നിനക്ക് കഷ്ടം വരാതെ, നിനക്ക് ബുദ്ധിമുട്ട് വരാതെ നടത്താൻ കഴിവുള്ള ദൈവം നിനക്ക് മുമ്പായി ചെന്ന് വഴി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് പ്രിയനായ കോരശേ, നിനക്ക് മുമ്പായി ചെന്ന് ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രക്കഥകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ മുറിക്കും. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചില താമ്രക്കഥകളെ എൻ്റെ ദൈവം തകർക്കുന്ന ദിവസമാകട്ടെ, ഇരുമ്പോടാമ്പലുകളെ മുറിക്കുന്ന ദിവസമാകട്ടെ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദിവസമാകട്ടെ. പ്രൈസ് ഗോഡ്. അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. യെശയ്യാവ് 45 ഒന്നുപോലൊന്ന് വായിച്ച് എന്തോ എഴുതിയേക്കുന്നത് നോക്കിയേ. അത് നിന്റെ അവകാശമാണെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക്. യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി. 45 ഇവിടെ വായിക്കുന്നിടത്തില്ല. അവന് ജാതികളെ കീഴടക്കി, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ആ കോരശ് കർത്താവിന്റെ കൈയല്ല പിടിച്ചേക്കുന്നത്, കർത്താവ് കോരശിന്റെ കയ്യെ പിടിച്ചേക്കുന്നു. ഇന്ന് അവൻ നീ യേശുവിനെ പിടിച്ചേക്കുകയല്ല, യേശുവിന്റെ കൈ നിന്നെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മാർജാര കിഷോര മർക്കട കൃഷ്ണ കൊരങ്ങൻ്റെ കുട്ടി അത് അള്ളി പിടിച്ചാലും അതിൻ്റെ കൈയുടെ ബലം ക്ഷയിക്കുമ്പോൾ അത് താഴെ പോകും. എന്നാൽ പൂച്ചക്കുട്ടി താഴെ പോകത്തില്ല. കാരണം തള്ളയുടെ ബലം പോകണം. തള്ളയുടെ ബലം പോയാലേ കുഞ്ഞ് താഴെ പോകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്നെ വഹിച്ചിരിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ ബലം പോകണം, നിന്റെ യേശുവിൻ്റെ ബലം പോകണം. അത് പോകത്തില്ല, പോകത്തില്ല, പോകത്തില്ല. അവൻ നിന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണ്, അവൻ നിന്നെ പിടിച്ചിരിക്കുകയാണ്, അവൻ നിന്നെ പിടിച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആകാശത്തുനിന്ന് തീയും ഗന്ധകവും വർഷിച്ച് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് തൊട്ടുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ. അവൻ താമസിച്ചപ്പോൾ ആദ്യം ദൂതൻ അവനെ ബന്ധപ്പെടുത്തി, പെട്ടെന്ന് വാ ലോത്തെ എന്ന് പറഞ്ഞു. എന്നിട്ടും ദൂതൻ വിചാരിച്ച സ്പീഡ് ലോത്തിന് കാണാനില്ല. അപ്പോഴാണ് പറയുന്നത്, അവനെ കൈക്ക് പിടിച്ച് അങ്ങ് കൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം നിന്റെ കൈക്ക് പിടിച്ച് ആകാശത്തുനിന്ന് തീ വരുന്നതിന് മുമ്പ്, ഗന്ധകം വർഷിക്കുന്നതിന് മുമ്പ്, അപകടം വരുന്നതിന് മുമ്പ്, അനർത്ഥം വരുന്നതിന് മുമ്പ് നിന്റെ കരം പിടിച്ച് നിന്നെ കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കോരശേ, ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. അല്ല, എന്തിനാ വലം കൈ പിടിച്ചേക്കുന്നറിയാമോ? അവന് മേൽട്ടൊന്നും വായിച്ച് നമുക്ക് താഴോട്ട് പോകാം. അവന് ജാതികളെ കീഴടക്കി
രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും, ശത്രുവിനെ തറ പറ്റിക്കാൻ. 1 2 കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്. ദൈവം നിന്റെ വലം കൈക്ക് പിടിച്ചാൽ നിനക്ക് മുമ്പിൽ ഒരു വാതിലും അടയാൻ പറ്റത്തില്ല. നിന്റെ മുമ്പിൽ കതക് തുറന്നേ പറ്റൂ. ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ വലം കൈക്ക് പിടിക്കട്ടെ. ദൈവം നിന്റെ വലം കൈക്ക് പിടിക്കട്ടെ. ദൈവം എന്റെ വലം കൈക്ക് പിടിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ദൈവം വലം കൈക്ക് പിടിക്കണമെന്ന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? ദൈവത്തെ സ്തുതിച്ചാരാധിക്ക്. ഇന്ന് പകൽക്കാലം അവൻ നിന്നെ വഹിക്കട്ടെ, അവൻ നിന്നെ പിടിക്കട്ടെ. ഹല്ലേലൂയ. കതകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി കോരശ. നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കയ്യെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. എപ്പോഴാ ചെയ്യുന്നറിയാം? നിനക്ക് മുമ്പായി ചെന്ന്. അപ്പൊ കോരശിനെ ഇങ്ങോട്ട് വന്ന് അവന്റെ വലം കൈക്ക് പിടിക്കുന്നതിന് മുമ്പ് അവൻ കോരശിന് വേണ്ടി ദൈവമായിരിക്കുന്ന കർത്താവ് ഒരു കാര്യം ചെയ്തേച്ചുമാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, എന്താ ചെയ്തേക്കുന്നത്? ഹല്ലേലൂയ. മുമ്പേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചിട്ടാണ് അവൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. ഇനി നിനക്ക് തടസ്സമില്ല, ഇനി നിനക്ക് തടസ്സമില്ല, ഇനി നിനക്ക് തടസ്സമില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു പേഴ്സണൽ ചോദ്യം ചോദിക്കട്ടെ, വ്യക്തിപരമായിട്ട് ചോദ്യമാണ്. യേശു എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ യേശു എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ആക്ഷരികമായി ഉറപ്പ് കിട്ടിയവർക്കൊരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഞായറാഴ്ച 12 മണിയാകാറായപ്പം യേശു നിങ്ങളുടെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞായറാഴ്ച യേശു ഈ 12 മണിക്ക് നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നടന്നു കഴിഞ്ഞു. അവൻ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. താമ്ര കതകളെ തുറന്നു കഴിഞ്ഞു. ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കഴിഞ്ഞു. ഈ ഞായറാഴ്ച ആരാധന കഴിഞ്ഞു നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി നടന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. വിശ്വാസം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വ്യാപരിക്കട്ടെ. The name of Lord Jesus. ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വ്യാപരിക്കട്ടെ. നിനക്ക് മുമ്പായി ചെന്ന് നിന്റെ വിഷയങ്ങളെ നിന്റെ യേശു കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ദൈവം തൊട്ട് കഴിഞ്ഞു. എന്റെ വിഷയം തൊട്ട് കഴിഞ്ഞു. എന്റെ വിഷയങ്ങൾ ദൈവം തൊട്ട് കഴിഞ്ഞു. എന്റെ വിഷയം ദൈവം തൊട്ട് കഴിഞ്ഞു. ഉടബല ഹതലക ജലബല ഹതലക ജലബല ഹത്തല മൗടക സകടക ജലബല ഹത്തൽ മൗടക ജകരക ജലബല മൗട. യേശുവിന്റെ നാമത്തിൽ എന്റെ വിഷയങ്ങൾ യേശു തൊട്ട് കഴിഞ്ഞു. എന്റെ വിഷയങ്ങൾ യേശു തൊട്ട് കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തന്നെ ഭയപ്പെടുന്നവരുടെ അവകാശം നിനക്ക് തന്നുമിരിക്കുന്നു. 5 നേർച്ച ഇന്ന് പകൽക്കാലം സാധിക്കുമോ? 5 നേർച്ച. 1, ഹല്ലേലൂയ, നീ എനിക്ക് മറവിടം, നീ എനിക്ക് ഗോപുരം, നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകല് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം പറ. ഈ 5 വിധത്തിലുള്ള തീരുമാനം എടുക്കാൻ വല്ലവർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു പ്രവചനമായി പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്താൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ പ്രശ്നത്തിന് വ്യത്യാസം വരുത്താൻ ദൈവത്തിന് കഴിയും. നീ സ്വയം ശ്രമിച്ചിട്ട് ഓടി നടന്നിട്ട് പരാജയപ്പെട്ട വിഷയത്തിന്മേൽ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
അപ്പം ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യും എന്ന് ഉറപ്പുള്ളൊരു സ്തോത്രം പറയാമോ? അതെ. അപ്പം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന ഉറപ്പും ഒക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ഈ സന്തോഷം വന്ന മനുഷ്യൻ്റെ ഒരു സാധാരണ പരിപാടിയാണ് കൈകൊട്ടൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മതി ഞാൻ തീർന്നില്ല. പണ്ടൊരിക്കലും മേരി കോവൂർ എന്ന് പറയുന്ന ദേവദാസി പ്രസംഗിച്ചപ്പം ഒരു സംഭവം പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പുള്ളിക്കാരി ഇങ്ങനെ ബസ്സിൽ പോവുകയായിരുന്നു. ബസ് ഇങ്ങനെ ടിക്കറ്റ് ആളുകൾ കയറാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുമ്പം അപ്പുറത്തൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര കയ്യടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കിയപ്പോൾ എന്നാ ഒരു ഗോൾ അടിച്ചതാണ് കാര്യം. അന്ന് വൈകുന്നേരത്തെ കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് മേരി കോവൂർ കയറിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബസ്സിലാണ് വന്നത്. വരുമ്പം ഒരു ഗ്രൗണ്ടിൻ്റെ അടുക്കൽ വെച്ച് അവന് കുറേ പേര് കൈ കൊട്ടുന്ന കേട്ടു. എന്നാ കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഗോൾ അടിച്ചതാണെന്ന്. പ്രൈസ് ഗോഡ്. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ കർത്താവേ, 2 കോല് കുത്തിവെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പന്ത് പോയപ്പം ഇത്രയും കൈയടിക്കാമെങ്കിൽ ഹല്ലേലൂയ. ജീവൻ മുഴുവൻ ഗോളടിക്കുന്ന, ജീവൻ മുഴുവൻ അനുഗ്രഹം പ്രാപിക്കുന്ന, ജീവൻ മുഴുവൻ സൗഖ്യം പ്രാപിക്കുന്ന, ജീവൻ മുഴുവൻ വിടുതൽ പ്രാപിക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുമ്പിൽ എത്ര കൈയടിച്ചാൽ മതിയാകും? ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഞാൻ പറയാൻ കാര്യം, ഈ കൈകൊട്ടുക എന്ന് പറയുന്നത് പെന്തിക്കോസ്തിൻ്റെ പരിപാടിയായിട്ട് ചിലരൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അവർ ജന്മം പോയാൽ കൈകൊട്ടത്തില്ല. കാരണം എന്നറിയാമോ? കൊട്ടിയാലെങ്ങാനും പെന്തിക്കോസായി പോയാലോ? പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കൈ കൊട്ടുക എന്ന് പറയുന്നത് പെന്തിക്കോസ്തുകാരൻ്റെ പരിപാടിയല്ല, സന്തോഷമുള്ളവൻ്റെ പരിപാടിയാണ്, ജയിച്ചവൻ്റെ പരിപാടിയാണ്, വിടുതൽ കിട്ടിയവൻ്റെ പരിപാടിയാണ്, ചിലത് പ്രാപിച്ചവൻ്റെ പരിപാടിയാണ്. സന്തോഷമുള്ളവരെല്ലാം ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ദൈവം ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, വലങ്കൈക്ക് പിടിച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്ര കഥകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ മുറിച്ച്, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധികളെ നിനക്ക് വെളിപ്പെടുത്തി കൈത്തരുന്ന ദൈവമാണെന്ന്. ആമേൻ. ഇനി ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെടുന്നവരുടെ അവകാശം, അവൻ്റെ കൽപ്പനകളിൽ ഭയപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. താഴോട്ട് വായിച്ചേ, 112 സങ്കീർത്തനം. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എന്തോ ചെയ്യും? വായിച്ചാട്ടൊന്നൂടെ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഇവിടെ ഇരുന്ന് ആത്മാർത്ഥമായി കൈയടിച്ച് ദൈവത്തെ ഇത്രയും നേരം ആരാധിച്ചവരോട് നിങ്ങൾക്ക് ഷുവറായിട്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ സന്തതി ഭൂമിയിൽ ബലപ്പെടും. നിങ്ങളുടെ സന്തതി ഭൂമിയിൽ ബലപ്പെടും. കാരണം ദൈവത്തിന് കള്ളം പറയാൻ പറ്റത്തില്ല. അവൻ കള്ളം പറയത്തില്ല. എൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെടും. ആമേൻ. ഇത് വിശ്വസിക്കുന്നവർക്ക് ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും, എൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെടും? എൻ്റെ സന്തതി പറയാൻ ആളില്ലേ? എൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവകാശമാണോ? കിട്ടിയോ? എന്നാ ടിക്ക് ചെയ്യ്. വല്ലൊരു സന്തതിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടട്ടെ. നിന്റെ അവകാശം മേടിക്ക്. നിന്റെ അവകാശം ഏറ്റെടുക്ക്. ആമേൻ. ഹല്ലേലൂയ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതൊരു കണ്ടീഷനാണ് കേട്ടോ. ഈ നേരുകെട്ടവൻ്റെ ഈ എന്ത് കുറിച്ചിട്ടാലും ഒരു 200 പേജിൻ്റെ ബുക്ക് മുഴുവൻ എഴുതി വെച്ച് ടിക്ക് ചെയ്താലും ഒരു രക്ഷയുമില്ല. നേര് കയ്യിൽ വേണം. ആദ്യം നുണ പറയുന്ന സ്വഭാവം അങ്ങ് മാറ്റണം. അവനിൽ ഭോഷ്കില്ല. ദൈവമായിട്ട് പങ്ക് വേണമെങ്കിൽ നുണ പറയുന്ന സ്വഭാവം, ജീവൻ പോയാലും ഞാൻ നുണ പറയത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് കണ്ടീഷൻ, നേരുള്ളവരുടെ സന്തതി അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. അപ്പം ആ കണ്ടീഷനിലാണ് സന്തതി ബലപ്പെട്ടിരിക്കാൻ പോകുന്നത്. ആ ദൈവത്തിൻ്റെ വാക്ക് പാലിച്ചോളും, നമ്മൾ നമ്മുടെ കണ്ടീഷൻ പാലിച്ചോണം. പ്രൈസ് ഗോഡ്. ഇനി രണ്ടാമത്തെ അവകാശം 13-ാം വാക്യം. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന്.
ഇപ്പം ഇങ്ങോട്ട് വരുമ്പം ഒന്നുമില്ലാതെ കണ്ടിട്ടാണ് വന്നതെങ്കിലും ഈ വാക്യത്തിൻ്റെ ബലത്തിൽ പറയാമോ, ഉണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും. ദൈവം എന്നെ സഹായിച്ചാൽ ഉണ്ടാകും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. യഹോവയെ ഭയപ്പെടുന്നവരുടെ വീട്ടിൽ ഐശ്വര്യമുണ്ട്, സമ്പത്തുണ്ട്. ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കുക, ഏറ്റെടുക്കുക, ഏറ്റെടുക്കുക. നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നവളാണ്. നിന്റെ സന്തതിയെ വിലപ്പെട്ടിരിക്കുക മാത്രമല്ല, നിന്റെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും, നിന്റെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും, നിന്റെ വീട്ടിൽ സമ്പത്തുണ്ടാകും. ഹല്ലേലൂയ. ഈ ദൈവവചനത്തെ തെറ്റത്തില്ല കേട്ടോ. ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. നാട്ടിൽ ഒരുപാട് വീട്ടിൽ സമ്പത്തുണ്ട്, പക്ഷെ ഐശ്വര്യമില്ല കേട്ടോ. നിന്റെ വീട്ടിൽ സമ്പത്ത് തന്ന അങ്ങനെ നിന്നെ മറ്റ് നാട്ടുകാരെ പോലെ നിന്നെ സമ്പന്നനാക്കാനല്ല എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം. ഒത്തിരി പേർക്ക് സമ്പത്തുണ്ട്, ഒത്തിരി പേർക്ക് കോടീശ്വരന്മാരാണ്, ഒത്തിരി പേര് ലക്ഷപ്രഭുക്കളാണ്, പക്ഷെ അവർക്കൊന്നും ഐശ്വര്യമില്ല. എന്നാൽ നിനക്ക് ആ സമ്പത്തും അതിനു മുമ്പ് തന്നെ ഐശ്വര്യവും കൂടെ തരും. ഇന്ന് പകൽക്കാലം ഐശ്വര്യവും സമ്പത്തും എനിക്കുണ്ടെന്ന് അത് നീതിമാന്റെ അവകാശമാണ്, യഹോവയെ ഭയപ്പെടുന്നവന്റെ അവകാശമാണ്. വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഉറക്കെ ഒന്ന് പറയാമോ, ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഇനി എൻ്റെ വീടെന്ന് പറയുമ്പോൾ നെഞ്ചത്തടിച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിലുണ്ടാകും. അത് പറഞ്ഞപ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിലുണ്ടാകും. അതെ, നിന്റെ വീട്ടിൽ, നിന്റെ വീട്ടിൽ, നിന്റെ വീട്ടിൽ, നിന്റെ വീട്ടിൽ, നിന്റെ വീട്ടിൽ, നിന്റെ വീട്ടിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, കണ്ടീഷൻ പോകല്ലേ. യഹോവയെ ഭയപ്പെടുന്നവരുടെ, യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം. നിനക്ക് ദൈവഭയം ഉണ്ടാകണം കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഇപ്പം ഈ ആളുകൾ ദൈവത്തെ അടുത്തടുത്ത് അങ്ങ് പറഞ്ഞിട്ട്, ഇന്നലെ ഞാൻ പണ്ട് പറഞ്ഞില്ലേ, യേശു അങ്കിളെന്നും മറ്റും വിളിച്ചേക്കല്ലേ. ഇവൻ ഭയപ്പെടാൻ യോഗ്യനാണ്. ഇവൻ്റെ കൂടെ 24 മണിക്കൂറും യുഗങ്ങളായിട്ടിരിക്കുന്ന ആമേൻ ദൂതന്മാർ പോലും ഹല്ലേലൂയ അവൻ്റെ മുഖത്ത് നോക്കാൻ വയ്യ. ആമേൻ, പ്രൈസ് ഗോഡ്. ഇന്നലെ ഞാൻ ജിബിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ ഇന്നൊരു സ്ഥലത്തൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ജിസ്റ്റ് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അവനൊരു കാര്യം പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുരോഹിതൻ ദൈവസന്നിധിയിൽ ആ പരിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ ധൂപം വീശിയിട്ട് വേണം അകത്ത് കയറാൻ. കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ആ ഉള്ളിലല്ലാതെ വിശുദ്ധനായ ദൈവത്തെ കാണാൻ, നേരിട്ട് കാണാൻ മനുഷ്യന് സാധ്യമല്ല. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ് അത്ര വിശുദ്ധനാണ് ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഭയപ്പെട്ട് അവനെ ആരാധിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് ആരാധിക്കുന്ന ആ അനുഭവം കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ആരാധനക്കാരന് ദൂതന്മാർക്ക് അവനെ നോക്കാൻ പോലും സാധിക്കാതിരിക്കുമ്പോൾ, അവനെ ദൈവത്തെ ഒന്ന് നോക്കാൻ പോലും അവകാശമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ആകാശത്തിന് മീതെ, ഭൂമിക്ക് ആകാശത്തിന് മീതെ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നോക്കി ആരാധിക്കാൻ നിനക്ക് കിട്ടിയിരിക്കുന്ന പദവി ഹല്ലേലൂയ കുറഞ്ഞതല്ല. ഭയത്തോടും വിറയലോടും കൂടെ അവരെ സേവിക്കണം കേട്ടോ. ദൈവം എൻ്റെ കയ്യിലിരിപ്പ് ശരിയായില്ലെങ്കിൽ എന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഓർമ്മ വേണം. എൻ്റെ കയ്യിലിരിപ്പ് ശരിയായില്ലെങ്കിൽ ദൈവം എന്നെ പൊടിച്ചു കളയുമെന്നുള്ള ഓർമ്മ വേണം. തിരുവചനം വ്യക്തമായി പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് ശ്രീയോനിൽ ഇടുന്നു, അതിന്മേൽ ആരെങ്കിലും തട്ടിയാൽ അവൻ തകർന്നു പോകും. ഈ കല്ല് ആരുടെയെങ്കിലും മേൽ വീണാൽ അതവനെ ധൂളിപ്പിക്കും. ഇന്ന് പകൽക്കാലം നിന്നെ ധൂളിപ്പിക്കാനല്ല, നിന്നെ തകർക്കാനല്ല, നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കല്ലായിട്ട്, മൂലക്കല്ലായിട്ട് യേശുവിനെ നിന്നെ പണിയുവാൻ, ഈ അടിസ്ഥാനത്തിന്മേൽ, യേശുവിന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയുവാൻ ഇടയായി തീരണം. യേശു എന്ന അടിസ്ഥാനത്തിൽ നീ പണിയണം. വചനം എന്ന അടിസ്ഥാനത്തിൽ നീ പണിയണം. നിന്റെ തോന്നിയ പോലെയുള്ള പണി നടക്കത്തില്ല. ദൈവ വചനപ്രകാരം നീ പണിതാൽ നിനക്ക് വിടുതലുണ്ട്, ഐശ്വര്യമുണ്ട്. യഹോവയെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം നിനക്ക് ലഭിച്ചിരിക്കുന്നു. ആമേൻ. എന്തുണ്ടാകും? ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിലുണ്ടാകും. പ്രൈസ് ഗോഡ്. 4-ാമത്തെ വാക്യം.
നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രസാദിച്ച് ഭാഗ്യവാനായി തീർന്നാൽ നിനക്ക് അന്ധകാരമില്ല. എന്ന് പറഞ്ഞാൽ എന്നാ സംഭവിക്കാൻ പോണെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാത്തൊരവസ്ഥ വരത്തില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എനിക്ക് വേണ്ടി എന്ത് സംഭവിക്കും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്മ മാത്രമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം നന്മ അനുഭവിക്കാനുള്ള യോഗ്യത എന്നാണെന്നറിയാമോ? വേറെ ഒന്നും വേണ്ട. അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെട്ട് അവനെ സേവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അടുത്തത്, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. അടുത്തത്, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. അടുത്തത്, വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. ഇന്ന് വല്ല കേസ് കെട്ടുമായിട്ടിവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. നിന്റെ കാര്യം നേടത്തക്കവണ്ണം എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ഇന്ന് പകൽക്കാലം നിന്റെ കേസ് കെട്ട് ആമേൻ യേശുവിനെ ഏൽപ്പിക്കാൻ മനസ്സുള്ളവർക്കായി ഒരു സ്തോത്രം ചെയ്യാം. അടുത്ത വായിച്ചോ. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. പിന്നെ ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവത്തിൻ്റെ അവകാശം കിട്ടിയവൻ, തന്നെ ഭയപ്പെടുന്നവരുടെ അവകാശം കിട്ടിയവൻ വേറെ ഒന്നിനെ എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുകയില്ല. എന്ത് കേട്ടാലും നിർഭയമായിരിക്കാൻ ദൈവം എന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു? അടുത്തത്, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. മുകളിലോട്ട് കയറ്റി വിടുന്നേ, വായിക്കുന്ന വാക്യം മേളിൽ പോട്ടെ. പ്രൈസ് വായിച്ചോ. പ്രൈസ് ഗോഡ്. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. ആ 8 മേളിൽ പ്രൊജക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലോ ഉണ്ടോ? 8 മേളിൽ വരട്ടെ. പ്രൈസ് ഗോഡ്. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ഒറ്റ ഭയം മതി, വേറെ ഒരു ഭയവും വേണ്ട. പക്ഷെ അത് മര്യാദയ്ക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ശത്രുക്കളിൽ നിന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അടുത്ത വാക്യം, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. പിന്നെ അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പം ദൈവത്തിന്റെ സ്തോത്രം. 112-ാം സങ്കീർത്തനത്തിൽ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? വായിച്ചേ. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുഷ്ടന്റെ ആശ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വാക്യമാണ്. നീ നശിച്ചു കാണാൻ, നീ മുടിഞ്ഞു കാണാൻ, നീ തകർന്നു കാണാൻ ദുഷ്ടൻ ആശിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ്റെ ആശ നശിച്ചു പോകും, ഞാൻ നശിക്കത്തില്ല. If you would like to know more about Jesus Christ or about our ministry, use the numbers or address you see on your screen now.